ഇക്കാര്യത്തിലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം. 900 പേരുടെ ജീവിത പ്രശ്നമാണ്. അമേരിക്കൻ കോർപ്പറേറ്റ് സ്ഥാപനമായ കെറോ ഹെൽത്ത് എന്ന IT കമ്പനി കേരളത്തിലെ കോഴിക്കോട്, കൊച്ചി ബ്രാഞ്ചുകളിലെ 900 ജീവനക്കാരെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടിരിക്കുന്നത്. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇത് ആദ്യ സംഭവമായിരിക്കും. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ 900 ജീവനക്കാരാണ് പെരുവഴിയിലായത്. കോൺഗ്രസ് ഭരിക്കുന്ന തൊഴിൽ വകുപ്പിനെതിരെയുള്ള ആയുധമായി കാണാതെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ ഏക അഭിപ്രായത്തോടെ മുന്നോട്ട് വരണമെന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ കേരള ഘടകത്തിന് ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയും. അതുപോലെ പ്രതിപക്ഷ പാർട്ടിയുടെ പിന്തുണയും ഈ വിഷയത്തിലെ സംസ്ഥാന സർക്കാരിന് നൽകണം. കാരണം ഇത് കേരളത്തിലെ 900 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ ഈ വിഷയത്തിൽ ഒരു മനസ്സോടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമീപനം സ്വീകരിക്കുകയാണ് വേണ്ടത്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അമേരിക്കൻ കോർപ്പറേറ്റ് സ്ഥാപനമായ കോറോ ഹെൽത്ത് കോഴിക്കോട്, കൊച്ചി ബ്രാഞ്ചുകളിലെ 900 ജീവനക്കാരാണ് പെരുവഴിയിലായത്. ലേബർ കോഡിന്റെ ചുവട് പിടിച്ചാണ് 2.5 മാസത്തെ ശമ്പളം നൽകി നോട്ടീസ് പോലും ഇല്ലാത്ത പിരിച്ചുവിടൽ നടത്തിയത്. സാമ്പത്തിക പ്രശ്നം പറയുന്ന കമ്പനി ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങളിൽ റിക്രൂട്ട്മെന്റ് തകൃതിയായി നടത്തുന്നുണ്ടെന്നും ശ്രദ്ധേയമാണ്. കൊറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി കമ്പനി അധികൃതരുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട് ചർച്ച നടത്തും. കേന്ദ്രത്തിന്റെ ഇടപെടൽ വേണമെങ്കിൽ അതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ഉദ്യോഗസ്ഥതല ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവർ കമ്പനിയുമായി ചർച്ച നടത്തും. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ലേബർ കോഡുകളുടെ മറവിലാണ് ഇത്രയും തൊഴിലാളികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടതെന്നും ഈ നടപടി പ്രതിഷേധാർഹമാണെന്നും മുൻ തൊഴിൽ മന്ത്രി B. ശിവൻകുട്ടി പറഞ്ഞു. 100 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളെ പിരിച്ചുവിടാൻ സർക്കാർ അനുമതി വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ നടപടി കേരളം അംഗീകരിക്കില്ലെന്നും CITU അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും B. ശിവൻകുട്ടി പറഞ്ഞു. IT അനുബന്ധ മേഖലകളിൽ ശക്തമായ തൊഴിലാളി സംഘടനാ സംവിധാനമില്ല. നിയമപരമായ നടപടികൾ ലംഘിച്ചാണ് തൊഴിലാളികളെ പുറത്താക്കിയത്. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെ ബന്ധപ്പെടാൻ CITU മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.